അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, jasnas സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെരി ചിക്കൻ തയ്യാറാക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മാരിനേഷൻ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ പീസ് ഇഞ്ചി വേണം, ഒരു 8 വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് ഉണക്ക മുളക് എടുത്തിട്ടുണ്ട്, ഒരു 8 പീസ്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് അതും കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് സ്പൈസി കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഈ പെരി ചിക്കൻ. നിങ്ങൾക്ക് ഡ്രൈ ചില്ലി വേണം കുറച്ചും കൂടെ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ലെമൺ നന്നായി പിന്നെ അതിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ലെമണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ ലെമൺ ഉണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെനിഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി ചിക്കനിൽ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനൊക്കെ ഞാൻ ചെറുതായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം, ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു പാനിലാണ്. റോയൽ ഫോർഡിൻ്റെ ഒരു ബ്രാൻഡാണിത്. നമുക്ക് സാധാരണ ഫ്രൈങ് പാനിലും ചെയ്തെടുക്കാൻ പറ്റും. ഗ്രില്ല് ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു പാനാണിത്. ഞങ്ങളിത് വാങ്ങിച്ചപ്പോൾ നല്ല യൂസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ശേഷം പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് അടച്ചു വെക്കാം. നിങ്ങൾക്ക് സാധാരണ ഫ്രൈങ് പാനിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കനും തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. നോർമൽ ഫ്ലെയിമിലും അല്ലെങ്കിൽ സ്ലോയിലും വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെക്കണം. അതിലേക്ക് നമുക്ക് ചാർക്കോൾ കൂടെ കത്തിച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.